ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. പണ്ട് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. എന്തു പറഞ്ഞാലും കയറെടുത്ത് തൂങ്ങുകയാണ്, നരമ്പ് മുറിക്കുകയാണ്, വിഷമടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയെന്ന് തോന്നുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വരുമ്പോ, എന്തെങ്കിലും മാരകമായ രോഗമാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, കച്ചവടം തകർന്നു പോകലാകട്ടെ, അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകുമ്പോ, അല്ലെങ്കിൽ പടച്ചവനെ നാണക്കേട് താങ്ങാൻ പറ്റാതെ അല്ലാഹു തന്ന ജീവിതം അവസാനിപ്പിക്കുന്ന മുസ്ലിമേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ? ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ദിക്റെന്ന് പറയാൻ കഴിയുമോ? ഏത് ദിക്റെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. താങ്ങാൻ കഴിയാത്ത വേദനകൾ വരുമ്പോ, ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, നെഞ്ചു പൊട്ടിയിട്ട് ആരാരുമില്ലാതെ വീടിനകത്തിരുന്ന് കരയുന്ന സമയത്ത് ഈ പറയുന്ന ദിക്റൊരു 3 പ്രാവശ്യം പെങ്ങളെ നിനക്ക് പറയാൻ കഴിയുമോ? ഇല്ലെന്ന് പറഞ്ഞാലും മക്കളെ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്, ഈ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുമ്പോ ഭാര്യ പറയുന്ന വാക്കിതാണ്, അതാ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുമ്പോ എവിടെങ്കിലും പോയി മരിച്ചാ മതിയായിരുന്നു എന്ന് പറയുന്ന ഭർത്താവേ, അതാ കച്ചവടം തകർന്ന് ലക്ഷങ്ങളുടെ കടം വരുമ്പോ മരിക്കാ തോന്നുന്ന മുസ്ലിമേ, സമാധാനം വേണോ? പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, പറഞ്ഞോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞത് ആരെന്നറിയുമോ? ഇതാര് പറഞ്ഞ ദിക്റാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി തന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ് അവിടെന്ന് ഒഴുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ ദിക്റാ. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി പറഞ്ഞ ദിക്റാണ് പെങ്ങളെ. എപ്പ പറഞ്ഞ ദിക്റെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ബദരീകളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരനായ സ്വഹാബിയും ആയിഷ ബീബിയും രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീബി വ്യഭിചരിച്ചിരിക്കുകയാണ്. മുനാഫിക്കീങ്ങൾ പറയാൻ തുടങ്ങി, ഏറ്റുപിടിക്കാൻ പുതിയ മുസ്ലിമീങ്ങള്. പടച്ചവനെ, പിന്നെ എവിടെ നോക്കിയാലും ആയിഷ ബീബി വ്യഭിചരിച്ച കഥ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആയിഷ ബീബിയെ കുറിച്ച് ചർച്ച ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാ ആയിഷ നിരപരാധിയാണെന്ന്, ആയിഷ ബീബി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിനറിയാ. പക്ഷേ നാട്ടുകാര് മുഴുവനും പറയുകയാണ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തിരുന്ന് കരയുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് റസൂലുള്ളാഹി കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക ആയിഷ. ഭർത്താവ് തന്റെ ഭാര്യയോട് നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാതെ പറയുന്ന രംഗമൊന്ന് ചിന്തിക്കുക പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ആയിഷ ബീവിക്കത് താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ആയിഷ ബീവിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയായി തന്റെ പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി ഓടിച്ചെന്ന് ബാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉപ്പാ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഞാൻ അങ്ങനെ വ്യഭിചരിക്കുന്നവളാണെന്ന് ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ വാപ്പ അവിടെ നിന്നൊന്നും മിണ്ടുന്നില്ല ആയിഷ ബീബി തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ 9.5 മാസക്കാല ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാത്ത ഉമ്മയാണല്ലോ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഉമ്മ ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഉമ്മ ഞാനൊരിക്കലും വ്യഭിചരിച്ചിട്ടില്ല ഉമ്മ ആയിഷ ബീബി തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറയുന്നു മോളെ തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ് പടച്ചവനെ അല്ലാഹ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ 15, 20, 25 വയസ്സുള്ളായിരുന്ന പെങ്ങള് ചെറിയ പ്രായമാ ആയിഷ ബീബിയെ കുറിച്ച് ഒരു നാളല്ല പറയുന്നത് വീട്ടുകാര് മാത്രമല്ല അയൽവാസികളെ മാത്രമല്ല കുടുംബക്കാര് മാത്രമല്ല ഒരു നാട്ടിലെ അധികം പേരും ആയിഷ ബീബിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ നരമ്പ് മുറിച്ചില്ല അവിടെ നിന്ന് തൂങ്ങി മരിച്ചില്ല വിഷമെടുത്ത് കിടിച്ചില്ല വീടിനകത്ത് കയറുകയാണ് നിസ്താരപ്പായിക്കകത്ത് കയറുകയാണ് ആയിഷ ബീബി എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിയുമ്പോ വീടിന്റെ വാതിൽ വന്ന് നോക്കിയിരിക്കുകയാ എന്തിനെന്നറിയോ അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ മുത്തുനബി വരുന്നതും കാത്തിരിക്കുകയാണ് പടച്ചവൻ ആഴ്ചകള് കഴിഞ്ഞു ദിവസങ്ങള് കഴിഞ്ഞു ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുകയാ വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാണ് ആയിഷ ബീവിക്ക് മനസ്സിലായി ഇറങ്ങി ഓടുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ ജിബ്രീൽ 7 ആകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നില്ലേ നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആയിഷ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാ ആയിഷ ബീവി പറയുന്നു എനിക്ക് ഉറപ്പായിരുന്നു നബിയേ 7 ആകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ പെങ്ങളെ എങ്ങനെയാണ് വിളിച്ചിറക്കിയതെന്നറിയുമോ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുമായി 7 ആകാശം കടന്ന് മദീനത്ത് മുത്തുനബിയുടെ വീടിനകത്തേക്ക് ജിബ്രീലിനെ വിളിച്ചിറക്കിയത് എങ്ങനെയെന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ എങ്ങനെയാ ആയിഷ അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കാറുള്ള കാരണം എന്താ നാട്ടുകാര് മുഴുവനും നീ തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ നീ പിടിച്ചു നിന്നത് എങ്ങനെയാണ് നിന്റെ മനസ്സിന് സമാധാനം കൊടുത്തത് ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ ഏത് ദിക്റാ ആയിഷ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത് ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത് ഇത് പറഞ്ഞിട്ടാ നബിയെ ഞാൻ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നത് എന്റെ മനസ്സിന് ധൈര്യം കിട്ടാറ് ഈ ദിക്റാണ് ഞാൻ പറഞ്ഞത് എന്ന് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുമ്പോ
ഏത് പ്രതിസന്ധിയിലും പറയാറുള്ള ദിക്റ, ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിന്റെ സഹായം വിളിച്ചിറക്കണോ, അല്ലാഹുവിന്റെ സഹായം നേടാനുള്ള ദിക്റ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകളെ പൊട്ടക്കണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കണറ്റിലേക്ക് തന്റെ കൂടപ്പിറപ്പുകളെ വലിച്ചെറിയുമ്പോ ആ പൊട്ടക്കണറ്റിലേക്ക് ആ കിണറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോ യൂസുഫ് നബിയും പറഞ്ഞത് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഈ ദിക്ർ പറഞ്ഞപ്പോഴാണ് അല്ലാഹു വിളിക്കുന്ന ജിബ്രീലേ, ജിബ്രീലേ യൂസുഫ് താഴെ എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തണം ജിബ്രീൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പെട്ട ഒരു സമയം ഏതെന്നറിയുമോ? കിണറിന്റെ മുകളിൽ നിന്ന് കൂടപ്പുറപ്പുകൾ യൂസുഫ് നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. താഴെ പാറയാണ്. ആ പാറയിലേക്ക് യൂസുഫ് നബി ചെന്ന് വീഴുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ ഈ കിണറ്റിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരികയാ. യൂസുഫ് നബിയെ കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ആ കിണറ്റിലൊരു പാറക്കഷ്ണത്തിന്റെ മുകളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് യൂസുഫിനെ സമാധാനിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാറുള്ള ഒരു ആയുധമാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ നിങ്ങൾ പഠിച്ചു വെച്ചോ. അതുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്ത് തുടങ്ങുമ്പോ അവിടെ ആദ്യമായിട്ട് പറഞ്ഞത് ദുആയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുകയാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സദ്വിചാരം മൂസാ നബിക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നമുക്കും വേണ്ടത്. ജനങ്ങൾ എന്ത് പറയട്ടെ, ജനങ്ങൾ എന്ത് കാണട്ടെ, അതിലൊന്നും നമുക്കൊന്നുമില്ലടോ. ജനങ്ങളുടെ തൃപ്തിയല്ല നമുക്ക് വേണ്ടത്, അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയുമാണ് നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, സുൽത്താൻ മുറാദ് അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്. പടച്ചവനെ, ഇസ്ലാമിന്റെ ഭരണാധികാരികളിൽപ്പെട്ട ഒരു മഹാനാ. അതാ സുൽത്താൻ മുറാദ് അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്. തന്റെ ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് സ്വപ്നം കാണുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് മഹാനവിടുന്ന് തന്റെ അനുയായികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി അവിടുന്ന് രൂപം മാറിയിട്ട് നടക്കുകയാണ്. മഹാനായ ഉമർ തങ്ങളെ നടക്കുന്നത് പോലെ രാജാവ് രൂപം മാറിയിട്ട് ജനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കുകയാ. സുൽത്താൻ മുറാദും തന്റെ അനുയായിയും കൂടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് രൂപം മാറിയിട്ട് ജനങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ വഴിയോരത്തൊരു ചെറുപ്പക്കാരൻ കിടക്കുകയാ. വഴിയോരത്തൊരു മനുഷ്യനിങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരാളും അവിടെ നിന്ന് സഹായിക്കുന്നില്ല. മരിച്ചു കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. സുൽത്താൻ മുറാദ് അവിടെ നിന്ന് ചോദിക്കുന്നു, ജനങ്ങള് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്തത്? നിങ്ങൾ ഈ മനുഷ്യനെ എന്തുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്നില്ല? ആ സമയത്ത് ജനങ്ങൾ പറയുകയാ, ഈ മനുഷ്യൻ ആരെന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിയാ. പടച്ചവനെ, ഈ മനുഷ്യന് മക്കളില്ല, ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവൻ മോശമായ ജീവിതം നയിക്കുന്നവനാണ്. ഇവന് പരസ്യമായി കള്ളുവാകുന്നത് ഞങ്ങൾ കാണുന്നവരാ. അതാ ശരീരം പറ്റി ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളും ഈ മനുഷ്യനെ സഹായിക്കില്ല. സുൽത്താൻ മുറാദ് ചോദിക്കുന്നു, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമല്ലേ? ഇതിന് മുമ്പത്ത് മുഹമ്മദിൽപ്പെട്ട മനുഷ്യനല്ലേ? അവർക്കറിയില്ല ഭരണാധികാരിയാണ് ചോദിക്കുന്നതെന്ന്. അവസാനം രാജാവും പടച്ചവരെ സേവകനും കൂടെ ജനാസ എടുക്കുകയാണ്. ആ മയ്യത്തെടുത്തുകൊണ്ട് ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് ജനാസ കൊണ്ടുപോയി വീടിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോ
അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസ കണ്ടവനും നശിപ്പിച്ച് കളയുകയാ. കണ്ണ് മുഴുവനും പൊട്ടിച്ച് നശിപ്പിച്ച് കളയുകയാണ്. എന്നിട്ട് പറയുന്നു അൽഹംദുലില്ലാഹ്, പടച്ചവനേ, ഇന്നൊരുപാട് മുസ്ലിമീങ്ങളെ കള്ളുകുടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. ആ മനുഷ്യൻ പറയുന്നു അൽഹംദുലില്ലാഹ്. ആ ഭാര്യ പറയുകയാണ് സുൽത്താനിനോട്, എന്റെ ഭർത്താവ് ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പോവുകയാണ്. എന്തിനാ അവർ ശരീരം വിൽക്കുന്നത്? അവർക്ക് പൈസ കിട്ടാനല്ലേ? ഈ മനുഷ്യന് വീട്ടിൽ പോയിട്ട് ആ മോശമായ ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയുകയാ, ഇന്നൊരാളെയും നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകരുത്, നിങ്ങളൊരാളും ഇന്ന് മോശമായ രീതിയിൽ പോകരുത്. പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അവരെ ആ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാ. ആ പെണ്ണ് പറയുന്നു, എന്റെ ഭർത്താവ് പറയുകയാണ് അൽഹംദുലില്ലാഹ്, ഇന്നൊരുപാട് ചെറുപ്പക്കാര് വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവ് പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയുകയാ, നിങ്ങൾ കള്ള് വാങ്ങുന്നത്, നിങ്ങൾ മോശമായ പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകുന്നത് ഈ ജനങ്ങളൊക്കെ കാണുകയാണ്. അവർ ലാഹിറാണ് നോക്കുന്നത്, അവർക്ക് മറ്റുള്ളതറിയില്ലല്ലോ. നിങ്ങളിങ്ങനെ ജീവിക്കരുത്, നിങ്ങളിങ്ങനെ പരസ്യമായി ചെയ്യരുത്. നിങ്ങൾ ചെയ്താ, നിങ്ങൾ മരിച്ചാൽ ഒരാൾ പോലും നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വരില്ല, മയ്യത്ത് പൊതിയാൻ വരില്ല, മയ്യത്ത് നിസ്കരിക്കാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉപദേശിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെണ്ണേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരെന്നറിയോ? ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ. ആരാ പറഞ്ഞു തന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആള് വരില്ലെന്ന്? എന്റെ ജനാസ കുളിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും പെണ്ണേ. ആ മനുഷ്യനായിരിക്കും എന്റെ മയ്യത്ത് പൊതിയുന്നത്. രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്, എന്റെ കഫം പൊതിയുന്നത്. ഈ നാട്ടിൽ ഒരാൾക്കും കിട്ടാത്ത ജനാസ നമസ്കാരം എനിക്ക് കിട്ടും പെണ്ണേ. രാജ്യത്തിന്റെ ഭരണാധികാരി തന്നെ എന്റെ ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കും. അല്ല എന്നെ കൈവിടൂലടി, അല്ല എന്നെ ഒരിക്കലും കൈവിടൂല. ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഭർത്താവ് ഭാര്യയോട് പറയുമ്പോ ഭാര്യ ചിരിക്കുകയാ. എന്റെ ഭർത്താവ് മരിച്ചാൽ ഇസ്ലാമിന്റെ ഭരണാധികാരി മയ്യത്ത് കുളിപ്പിക്കാൻ വരുമെന്ന് പറയുമ്പോ, കഫം പൊതിയാൻ വരുമെന്ന് പറയുമ്പോ, നിസ്കരിക്കാൻ വരുമെന്ന് പറയുമ്പോ, പടച്ചവനെ, അല്ലാഹു ഇഷ്ടപ്പെട്ട ആയിരങ്ങൾ എന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോ ഭാര്യ കളിയാക്കി ചിരിക്കുകയാ. ഇത് പറഞ്ഞു കഴിയുമ്പോ സുൽത്താൻ മുറാദിന്റെ കണ്ണ് നിറയുകയാ. അവിടുന്ന് തന്റെ രൂപമെന്ന് മാറ്റുകയാ. പെണ്ണേ, നിന്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാ. ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ. അല്ലാഹുവേ, ആ മനുഷ്യന്റെ ജനാസ കുളിപ്പിച്ചത് സുൽത്താൻ മുറാദാ. അവിടുത്തെ കഫം പൊതിഞ്ഞത്, അവിടുത്തെ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിന്നത് ഒരാളും കാണാത്ത രീതിയിൽ പടച്ചവരെ ആയിരങ്ങളാണ് ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തത്. ആ മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, അല്ലാഹു എന്നെ കൈവിടൂല, അല്ലാഹു എന്നെ കൈവിടൂല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ആര് കൈവിട്ടാലും റബ്ബ് കൈവിടില്ല. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, ഈ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂസാ നബി യാത്ര തുടങ്ങുമ്പോ ആദ്യമായിട്ട് അല്ലാഹുവോട് പറയുകയാ, അല്ലാഹ് അയ്യഹ്ദിയനീ സവാഅ സബീൽ,
പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യടേ. അല്ലാഹുവിന്റെ സഹായം വാങ്ങണേ, അല്ലാഹുവിന്റെ ബർക്കത്ത് നിനക്ക് വേണ്ടേ, റബ്ബിന്റെ സഹായം നിനക്ക് വേണ്ടേ. അത് നീ ചോദിച്ചു വാങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം, ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും തുടക്കത്തിൽ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് വേണം തുടങ്ങാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരാഴ്ച യാത്ര ചെയ്തെത്തി. ഒരാഴ്ചയോളം സഞ്ചരിച്ച് മദീന എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം കാണുന്ന ഒരു രംഗം, 2 പെൺകുട്ടികൾ ആടുകളുമായിട്ടൊരു ഭാഗത്ത് നിൽക്കുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കിണറ്റിന്റെ ചുവട്ടിൽ വെള്ളം കോരുവാനുള്ള തിരക്ക് കൂട്ടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ 2 പെൺകുട്ടികൾ അവരുടെ ആടുകളുമായി മാറി നിൽക്കുന്നു. മറ്റുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരുവാനുള്ള തിരക്ക് കൂട്ടുന്ന ഒരു കിണറ്റിന്റെ ചുവട്ടിൽ. മൂസാ നബി അലൈഹിസ്സലാമിന് അത്ഭുതമായി. മൂസാ നബി ഈ പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ വെള്ളം കോരാൻ പോകാത്തെ? നിങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളം കോരാൻ പോകാത്തത്? അപ്പൊ ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ആണുങ്ങളുടെ ഇടയിൽ പോകാനൊരു മടി. ഈ ആണുങ്ങളുടെ ഇടയിലേക്ക് കയറി ഇടകലർന്നുകൊണ്ട് ഈ ആണുങ്ങളുടെ ഇടയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല, ഉള്ളതൊരു പിതാവാ. ആ പിതാവ് പ്രായം ചെന്ന മനുഷ്യനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിന് ഇത് കേട്ടപ്പോ മൂസാ നബിക്ക് പടച്ചവനെ അവിടെ നിന്ന് തോന്നി, അല്ലാഹു ഇവരെ ഒന്ന് സഹായിക്കണമല്ലോ, ഈ പെൺകുട്ടികളെ ഒന്ന് സഹായിക്കണമല്ലോ. മൂസാ നബി അലൈഹിസ്സലാം അവസാനം ഈ പെൺകുട്ടികളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഈ പെൺകുട്ടികൾക്ക് അവരുടെ മൃഗങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളമെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ചരിത്രം പറയുമ്പോ ഇതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന 2ാമത്തെ കാര്യം, മൂസാ നബി അലൈഹിസ്സലാം ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് വളരെ പ്രയാസപ്പെട്ട് ആഴ്ചകളോളം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച വന്നേ. പക്ഷേ തന്റെ കണ്ണിന്റെ മുന്നിൽ 2 പെൺകുട്ടികൾ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ തന്റെ പ്രയാസങ്ങൾ മുഴുവനും മറന്നിട്ട് ആ പെൺകുട്ടികളെ സഹായിക്കാൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തയ്യാറായി. ഈ ഒരു ഗുണമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രയാസമുള്ള സമയം, പൈസ ഉള്ള സമയത്ത് കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലമാ നീ പൈസയ്ക്ക് ആവശ്യമായിരിക്കുന്ന സമയത്ത് കൊടുക്കുക. ഇല്ലാത്ത സമയത്ത് ഉള്ളതിൽ പങ്കു കൊടുക്കുക. ഒരുപാടുള്ള സമയമല്ലടോ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, ഒരു കാരക്കയെ നിന്റെ കയ്യിലുള്ളൂ, ഒരു ഈത്തപ്പഴമേ നിന്റെ കയ്യിലുള്ളൂ, ആ ഈത്തപ്പഴത്തിന്റെ പകുതി നീ സദഖ കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നു, എത്രയോ യതീമീങ്ങൾ വരുന്നു, എത്രയോ രോഗികൾ വരുന്നു, പാവപ്പെട്ടവർ വരുന്നു. നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല, നമ്മളവരെ പരിഗണിക്കാറില്ല, അവരെ നാം സഹായിക്കാറില്ല. പരിശുദ്ധമായ വലിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ പേര് വസ്ത്രം വാങ്ങാനില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വളരെ രോഗികളായി കിടക്കുന്നവർ. നമുക്കവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന റജുലൻ ജാഅ ഇലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് അയ്യുൻ നാസി അഹബ്ബു ഇലല്ലാഹ് അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുത്തുനബിയോട് ചോദിക്കുന്നു, നബിയേ, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് നബിയേ? ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? ജനങ്ങളിൽ ആരെയാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മമേതാ? കേൾക്കടോ, പള്ളി കെട്ടിക്കൊടുക്കലല്ല, പള്ളി കെട്ടിക്കൊടുക്കലല്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരെന്നറിയോ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏതെന്നറിയോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കടോ മുസ്ലിമേ. രോഗിയായി കിടക്കുന്നവനെ സഹായിക്കടോ, മരുന്ന് വാങ്ങിക്കൊടുക്കടോ. വിവാഹപ്രായം കഴിഞ്ഞ യതീമായ പെൺമക്കള് വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നിനക്ക് ചെയ്യാൻ കഴിയുമോ? ലക്ഷങ്ങളുടെ കടം വന്നിട്ട് പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുനീര് കുടിക്കുന്ന പാവങ്ങളുണ്ടല്ലോ, ആ പാവപ്പെട്ടവനെ നിനക്കൊന്ന് സഹായിക്കാൻ കഴിയുമോ? ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒന്ന് നടക്കല് കൊണ്ട് നിനക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ സഹായിക്കാൻ കഴിഞ്ഞ അത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നന്മയാ. കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മദീനത്ത് പോകാൻ കൊതിക്കുന്നവരാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവി കാണാൻ കൊതിക്കുന്നവരാണല്ലോ, അവിടെയല്ലേ ദുനിയാവിലെ സ്വർഗ്ഗം കിടക്കുന്നത്, അവിടെയല്ലേ ദുനിയാവിലെ സ്വർഗ്ഗം കിടക്കുന്നത്. ആ മസ്ജിദ് നബവിയിലല്ലേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള കിടക്കുന്നത്. ആ മദീനത്തെ പള്ളിയിൽ പോകാൻ കൊതിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കാൻ പൈസ കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല, എടോ ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കാൻ അവന്റെ കൂടെയൊന്ന് നടക്കലോ, അവന്റെ കൂടെ ഒരു നിമിഷം ചെലവഴിക്കലോ എന്റെ മസ്ജിദ് നബവിയില് ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു പാവപ്പെട്ടവൻ നിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ മനുഷ്യനെ ഒന്ന് സഹായിക്കാറ്, ആ മനുഷ്യനെ ഏതെങ്കിലും ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ സദക്ക ചെയ്യുന്ന ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ അവന്റെ ആവശ്യവുമായി ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നീ ഒന്ന് നടന്നുപോയി, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ റൗള കിടക്കുന്ന മസ്ജിദുൻ നബവി ഉണ്ടല്ലോ, ആ പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആൾക്കാര് നാളെ ഉറച്ചു നിൽക്കുമെന്ന്. അല്ലാഹുവിന്റെ പരലോകത്ത്, അല്ലാഹുവിന്റെ കോടതിയില് പഠിച്ചവരെ നീയറപ്പിന്റെ കത്തിച്ചെമ്പിന്റെ തറയില്ലെന്ന് ജനങ്ങൾ ഭയക്കുന്ന ദിവസമുണ്ടല്ലോ, ആ ഭയാനകമായ ദിവസത്തില് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വീട്ടിലേക്ക് വരുന്ന പാവപ്പെട്ടവനെ ആട്ടി ഓടിക്കുന്നവര്, ഗേറ്റ് തുറക്കാത്തവര്, വാതില് തുറക്കാത്തവര്, വീട്ടിന്റെ മുന്നിൽ വരുന്നവനെ കളിയാക്കിയിട്ടവിടെന്ന് ഇറക്കി വിടുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? ഈ നാട്ടിലെ പണക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, ഈ നാട്ടിലെ പാവപ്പെട്ടവനാരാണെന്ന് നിനക്കറിയില്ലല്ലോ, എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പണക്കാരെ സ്നേഹിക്കുന്നവരെ, സമ്പന്നന്മാരെ സ്നേഹിക്കുന്നവരെ, പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാത്തവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? യാ
യാചിച്ചു വരുന്നവനെ സ്നേഹിക്കണേ സഹാബാ. പാവപ്പെട്ടവനെ നിങ്ങൾ സ്നേഹിക്കൂ. നിന്റെ വീടിന്റെ മുന്നിൽ കൈനീട്ടി വരുന്നവൻ, രോഗിയായി കിടക്കുന്നവൻ, ആ പാവപ്പെട്ടവനെ നീ സ്നേഹിക്കൂ. ആ പാവപ്പെട്ടവനെ നീ സ്നേഹിക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പാവപ്പെട്ടവരെ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനമാണ് നബിയേ? യാചിച്ചു വരുന്നവരെ സ്നേഹിച്ചാല്, യാചിച്ചു വരുന്നവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ പരിചയപ്പെടണം, നമുക്ക് പ്രയോജനമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ യാചിക്കാൻ വരുന്നവനെ പരിചയപ്പെടണം. ഈ നാട്ടിലെ പണക്കാരനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, എന്നാ പാവപ്പെട്ടവൻ ആരും അറിയില്ല. ഞാൻ പറയുന്ന നബിതങ്ങൾ പറയുകയാ, നിന്റെ വീട്ടിൽ യാചിക്കാൻ വരുന്നവനുമായിട്ട് സ്നേഹബന്ധത്തിലാകണം, അവനെ നീ പരിചയപ്പെടണം. സഹാബത്ത് ചോദിച്ചു, പരിചയപ്പെട്ടാലുള്ള പ്രയോജനം എന്താ? നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്ക നബിയിന റസൂലുള്ളാഹി, നബിയിന റസൂലുള്ളാഹി. നിർത്താറായോ? 10:40 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഒരു 20 മിനിറ്റ് കൂടെ ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പാവപ്പെട്ടവനെ യാചിക്കാൻ വരുമല്ലോ, ഗേറ്റ് തുറക്കൂല, ഗേറ്റ് തുറക്കൂല, ബെല്ലടിച്ചാ വാതിൽ തുറക്കൂല. ഒന്നുമില്ല, ഒന്നുമില്ല, ആട്ടി ഓടിക്ക, ഇറക്കി വിട, ഒന്നുമില്ല. എങ്കിലും നബിതങ്ങൾ പറഞ്ഞു, നീ അവനെ പരിചയപ്പെട്. അവനെ പരിചയപ്പെട്ടാൽ നിനക്ക് പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം? എന്താ പ്രയോജനം? ഈ യാചിക്കാൻ വരുന്നവൻ ഗതികേട് കൊണ്ടല്ലേ വരുന്നേ? ഇല്ലാത്തത് കൊണ്ടല്ലേ? വേറെ ഒരു ഗതിയില്ലാത്തത് കൊണ്ടല്ലേ? എടാ, നിന്നെ പോലെ ആ മനുഷ്യനും ഭാര്യയുണ്ട്, മക്കളുണ്ട്, അഭിമാനമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അവൻ ഗതികേട് കൊണ്ടാ വരുന്നത്. ആ ഗതികേട് കൊണ്ട് നിന്റെ മുന്നിലേക്ക് കൈനീട്ടി വരുന്നവനെ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ വിളിച്ചു, വീടിന്റെ അകത്ത് കയറ്റിയിരുത്തി, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു. എന്താ നിന്റെ പ്രയാസം? പൈസ ഒന്നും കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട. ആ വന്നവനെ വിളിച്ച് വീടിനകത്ത് കയറ്റി കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു. അവന്റെ പ്രയാസം എന്താണെന്ന് കേട്ടു. എന്നിട്ട് അൽഹംദുലില്ലാഹ്, നീ പേടിക്കണ്ട, അള്ളാഹു നിന്നെ സഹായിക്കും, നിന്റെ മകളുടെ വിവാഹം നടത്തും, നിന്റെ രോഗത്തിനുള്ള ചികിത്സ, അതിനുള്ള സമ്പത്ത് റബ്ബ് തരും, നിന്റെ രോഗം അള്ളാഹു ശിഫയാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഒന്ന് സമാധാനിപ്പിച്ച് ഒന്ന് ദുആ ചെയ്തിട്ട് വേണം ആ മനുഷ്യനെ പറഞ്ഞുവിടാൻ. ആരെ മറന്നാലും അവൻ ആ മനുഷ്യനെ മറക്കൂല. അങ്ങനെ വീടിനകത്ത് വിളിച്ചു കയറ്റി ഇരുത്തി, കുടിക്കാൻ വെള്ളവും കൊടുത്ത്, അവന്റെ പ്രയാസം കേട്ട് അവന് വേണ്ടി ദുആ ചെയ്ത് സന്തോഷത്തോടെ, പൈസ കൊടുത്തില്ലെങ്കിലും സന്തോഷത്തോടെ പറഞ്ഞു വിട്ടാൽ ഒരിക്കലും അവൻ നമ്മളെ മറക്കൂല. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാചിച്ചവരോട് പറയും, ഇങ്ങനെ ജീവിച്ച പാവങ്ങളോട് പറയും, നിനക്കിഷ്ടമുള്ളവരെ നീ സ്വർഗത്തിൽ കൊണ്ടുപോക്കോ. നിന്നെ സഹായിച്ചവരില്ലേ, നിനക്കിഷ്ടമുള്ളവരെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ. അന്ന് നിന്റെ വീടിന്റെ മുന്നിൽ വന്നവൻ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.